കെ സുധാകരൻ BJP-യിലേക്ക് പോകാൻ എത്ര തവണ ശ്രമം നടത്തി? BJP-യുടെ സെക്കൻഡ് ടീം എന്ന രീതിയിലാണല്ലോ കോൺഗ്രസ് പലപ്പോഴും നിലപാട് സ്വീകരിക്കുന്നത്. നരേന്ദ്രമോദി ഭക്ഷണത്തിന് ക്ഷണിച്ച 8 പേരിൽ ഒരാളാണ് പ്രേമചന്ദ്രൻ. എന്താ അതിന്റെ അന്തർധാര? കോൺഗ്രസ് BJP ബന്ധമായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ CPM-ന്റെ ആയുധം. പ്രധാനമന്ത്രിക്കൊപ്പം ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി പ്രേമചന്ദ്രനെ രൂക്ഷമായി വിമർശിച്ച CPM-ന് ഇടുത്തിയായി EP ജയരാജൻ, പ്രകാശ് ജാവദേക്കർ ബന്ധം. മുഖ്യമന്ത്രിയുടെ പരസ്യമായ തള്ളിപ്പറയലിനപ്പുറം നടപടി വേണമെന്ന അഭിപ്രായവും പാർട്ടിയിൽ ശക്തമാണ്. ഇനിയും വെളിപ്പെടുത്തലുകളും തെളിവുകളും പുറത്തുവരുമോ എന്ന ആശങ്കയും CPM-നുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞല്ലോ, നമ്മളെ വളരെ നിഷ്കളങ്കമായിട്ട് ആരെങ്കിലുമായിട്ട് കൂട്ടിക്കാഴ്ചക്ക് പോകാൻ പാടില്ല. EP ജാവദേക്കർ വിഷയം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലെന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നുണ്ടെങ്കിലും ജയരാജനെ ന്യായീകരിക്കാൻ നേതാക്കളൊന്നും തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു അതിനുള്ള നയം. ആളുകളെ കാണുന്നതോ കാണാതിരിക്കുന്നതോ എന്നതല്ല, അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് വ്യക്തതയോടുകൂടി ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. MP ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആക്കിയതിനെ തുടർന്ന് EP നടത്തിയ നിസ്സഹകരണവും ഒരു വിഭാഗം നേതാക്കളിൽ അതൃപ്തി ഉണ്ടാക്കി. പാർട്ടിക്കുള്ളിൽ മാത്രമല്ല, LDF-നുള്ളിലും ജയരാജനെതിരെ കടുത്ത എതിർപ്പുണ്ട്. ബന്ധു നിയമനവും സാമ്പത്തിക ആരോപണങ്ങളും അടക്കം വിവാദങ്ങളിൽ പെട്ടപ്പോഴും EP എന്ന വിശ്വസ്തനെ പിണറായി വിജയൻ ചേർത്തു നിർത്തി. എന്നാൽ ഈ വിഷയത്തിൽ തള്ളിയതോടെ EP ജയരാജന്റെ LDF കൺവീനർ സ്ഥാനം അടക്കം തെറിക്കുമെന്ന് ഉറപ്പാണ്. പാർട്ടിക്കുള്ളിലും പുറത്തും വരും ദിവസങ്ങളിൽ EP ജയരാജൻ വിചാരണയ്ക്ക് വിധേയനാകേണ്ടി വരും. AK സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.